കുറുക്കൻകുട്ടനും ആനയപ്പൂപ്പനും. ഒരിക്കൽ ഒരു വലിയ കാട്ടിൽ കുറുക്കൻകുട്ടൻ എന്നു പേരുള്ള ഒരു വികൃതിക്കുട്ടിയുണ്ടായിരുന്നു. അവൻ എപ്പോഴും തനിക്ക് കിട്ടുന്ന മിഠായികളും പഴങ്ങളും മറ്റാരും കാണാതെ തനിയെയിരുന്ന് തിന്നുമായിരുന്നു. ആർക്കും ഒന്നും കൊടുക്കാൻ അവന് ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം കുറുക്കൻകുട്ടന് കാട്ടിലെ ഒരു മരച്ചുവട്ടിൽ നിന്ന് വളരെ മധുരമുള്ള ഒരു വലിയ മാമ്പഴം കിട്ടി. ഹായ്, എന്ത് നല്ല മാമ്പഴം! ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല, ഒറ്റയ്ക്ക് തിന്നും, അവൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോഴാണ് അവിടേക്ക് ആനയപ്പൂപ്പൻ നടന്നുവന്നത്. ആനയപ്പൂപ്പൻ ചോദിച്ചു, കുട്ടാ, നിന്റെ കയ്യിൽ എന്താണുള്ളത്? എനിക്കും കൂടെ കുറച്ചു തരുമോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. കുറുക്കൻകുട്ടൻ ഉടനെ മാമ്പഴം പുറകിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഇല്ല പൂപ്പാ, എന്റെ കയ്യിലൊന്നുമില്ല. പാവം ആനയപ്പൂപ്പൻ വിഷമത്തോടെ അവിടെ നിന്ന് നടന്നുപോയി. കുറുക്കൻകുട്ടൻ ആ മാമ്പഴം കടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരബദ്ധം പറ്റിയത്. ആ മാമ്പഴം വഴുതി തൊട്ടടുത്തുള്ള ഒരു വലിയ കുഴിയിലേക്ക് വീണുപോയി. കുഴിക്ക് നല്ല ആഴമുണ്ടായിരുന്നു. കുറുക്കൻകുട്ടൻ എത്ര ശ്രമിച്ചിട്ടും ആ മാമ്പഴം എടുക്കാൻ കഴിഞ്ഞില്ല. അവൻ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട് ആനയപ്പൂപ്പൻ ഓടിവന്നു. കാര്യമറിഞ്ഞപ്പോൾ ആനയപ്പൂപ്പൻ തന്റെ നീളമുള്ള തുമ്പിക്കൈ കുഴിയിലേക്ക് താഴ്ത്തി ആ മാമ്പഴം പുറത്തെടുത്തുകൊടുത്തു. കുറുക്കൻകുട്ടന് വല്ലാതെ നാണക്കേട് തോന്നി. താൻ കള്ളം പറഞ്ഞിട്ടും ആനയപ്പൂപ്പൻ തന്നെ സഹായിച്ചല്ലോ. അവൻ ആ മാമ്പഴം പകുതി മുറിച്ച് ആനയപ്പൂപ്പന് നൽകി. രണ്ടുപേരും കൂടി സന്തോഷത്തോടെ ആ മാമ്പഴം കഴിച്ചു. അന്ന് കുറുക്കൻകുട്ടൻ ഒരു കാര്യം പഠിച്ചു. നമ്മുടെ കൈയിലുള്ളത് മറ്റുള്ളവർക്ക് കൂടെ നൽകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷമുണ്ടാകുന്നത്. നമുക്ക് യഥാർത്ഥ സന്തോഷം എന്ന കുട്ടിക്കഥയിലേക്കൊന്ന് നോക്കാം. ഇതൊരു കുറുക്കന്റെയും ആനയുടെയും കഥയാണ്. സ്വാർത്ഥനായ കുട്ടൻ എന്ന കുറുക്കനും നല്ല ദയയുള്ള ഒരു ആനയപ്പൂപ്പനും. പങ്കുവെക്കുന്നതിലാണ് ശരിക്കുള്ള സന്തോഷമെന്ന് വളരെ സിമ്പിളായിട്ട് ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോ ഒന്നാമതായിട്ട് കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ കുറുക്കൻ കുട്ടന് നല്ല മധുരമുള്ളൊരു മാമ്പഴം കിട്ടുന്നു. പക്ഷേ വിശന്നു വലഞ്ഞുവന്ന ആനയപ്പൂപ്പനോട് അവൻ എന്താ ചെയ്തേ? പങ്കുവെച്ചില്ല. പകരം കള്ളം പറഞ്ഞ് ആ മാമ്പഴം ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് ഒളിപ്പിച്ചു വെക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റ് കഥയിലൊരു ട്വിസ്റ്റാണ്. കുട്ടൻ ആ മാമ്പഴം കഴിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ, അത് കയ്യിൽ നിന്ന് വഴുതി നേരെ പോയത് ആഴമുള്ളൊരു കുഴിയിലേക്കാണ്. എത്ര നോക്കിയിട്ടും അവനതെടുക്കാൻ പറ്റിയില്ല. ആകെ സങ്കടത്തിലായി. അവസാനമായിട്ട് കഥയുടെ നല്ലൊരു മെസ്സേജാണ് വരുന്നത്. കുട്ടന്റെ കരച്ചിൽ കേട്ട് ആരാ തിരിച്ചു വന്നതെന്നറിയാമോ? ആനയപ്പൂപ്പൻ തന്നെ. തന്നോട് കള്ളം പറഞ്ഞിട്ടും ആനയപ്പൂപ്പൻ തന്നെ നീളമുള്ള തുമ്പിക്കൈ വെച്ച് ആ മാമ്പഴം എടുത്ത് കൊടുത്തു. അപ്പൊ നമ്മുടെ കുറുക്കന് ശരിക്കും നാണക്കേട് തോന്നി. അവൻ ആ മാമ്പഴം ആനയപ്പൂപ്പനുമായിട്ട് പങ്കുവെച്ചു. അതായത് ഒറ്റയ്ക്ക് നേടുന്ന സന്തോഷത്തേക്കാൾ എത്രയോ വലുതാണ് നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമെന്ന് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.